അലർജി എന്നത് ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കുമുള്ള ഒരു പ്രധാന പ്രശ്നമാണ്. അലർജിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അലർജിയുടെ ലക്ഷണങ്ങൾ പ്രധാനമായും അത് ബാധിക്കുന്ന ശരീരഭാഗത്തെയും അതിന് കാരണമാകുന്ന വസ്തുക്കളെയും ആശ്രയിച്ചിരിക്കുന്നു. സാധാരണയായി കണ്ടുവരുന്ന അലർജിയുടെ ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. തുമ്മൽ അഥവാ സ്നീസിങ്, അതായത് കൂടെയുള്ള തുമ്മൽ, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാനാവുന്നതിൽ അപ്പുറമായി പല പ്രാവശ്യങ്ങളിലായി ദിവസത്തിൽ പല തവണകളിലായി തുമ്മൽ ഉണ്ടാകുന്നു. ഇത് ഇടയ്ക്ക് സിട്രസിന് അങ്ങനെയുള്ള എന്തെങ്കിലും മരുന്നുകൾ കഴിച്ച് തൽക്കാലത്തേക്ക് ശമനം വരുന്നു എങ്കിലും പിന്നെയും ഇതുപോലുള്ള അറ്റാക്സ്, അതായത് സ്നീസിങ് കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്തതായി റണ്ണി നോസ് അല്ലെങ്കിൽ സ്റ്റഫ് നോസ്, അതായത് മൂക്കൊലിപ്പ് അല്ലെങ്കിൽ മൂക്കടപ്പ് സ്ഥിരമായി നിൽക്കുക. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ചൊറിച്ചിലാണ്, അതായത് കണ്ണിൽ, മൂക്കിൽ, തൊണ്ടയിൽ അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുക. ഇത് താൽക്കാലികമായിട്ടുള്ള ആപ്ലിക്കേഷൻസ്, അതായത് ഓയിൻമെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഷൻസോ ഉപയോഗിച്ചാലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക. ഇത് ഒരുപക്ഷെ അലർജിയുടെ ലക്ഷണമാകാം. അടുത്തതായി കണ്ണുകൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുക, അല്ലെങ്കിൽ കണ്ണിൽ നിന്നും വെള്ളം ഒരു കാരണവുമില്ലാതെ വരിക, കണ്ണുകൾക്ക് വീക്കം അനുഭവപ്പെടുക. അലർജിയെ സംബന്ധിച്ച് ചർമ്മത്തിന് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ചർമ്മത്തിൽ തിണർപ്പ്, അതായത് തടിച്ചു വരുന്ന, പൊങ്ങി വരിക അനുഭവപ്പെടുക, അതുപോലെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, അതുപോലെ തന്നെ ബീ ഹൈവ്സ് അല്ലെങ്കിൽ തേനീച്ച കൂടുകൾ പോലെയുള്ള പ്രതലങ്ങൾ ശരീരത്തിൽ പൊങ്ങി വരിക. ഇതിനെ അർട്ടിക്കേരിയ അല്ലെങ്കിൽ ബീ ഹൈവ്സ് എന്ന് പറയുന്നു. ശ്വാസകോശത്തിലേക്ക് വരുമ്പോൾ അത് വീസിങ് അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അതായത് വലിവ് അല്ലെങ്കിൽ ശ്വാസതടസ്സം. വയറിൻ്റെ അലർജിയായിട്ട് സംബന്ധിച്ച് വരുമ്പോഴുള്ള ലക്ഷണങ്ങൾ വയറുവേദന അല്ലെങ്കിൽ സ്റ്റൊമക്ക് പെയിൻ, അതുപോലെ വയറിളക്കം, ഛർദി എന്നിവയാണ്. ഇതുകൂടാതെ വീക്കം അല്ലെങ്കിൽ സ്വെല്ലിങ് പല ഭാഗങ്ങളിലായി ചുണ്ട്, നാവ്, മുഖം, ഇങ്ങനെ എന്ത് അലർജി ലക്ഷണങ്ങൾ കണ്ടാലും അതിൻ്റെ കൂടെ ശക്തമായ തളർച്ച അല്ലെങ്കിൽ ഫാറ്റിക് അനുഭവപ്പെടുന്നു. ഇതിലേതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അലർജി ആണോ എന്ന് സംശയിക്കേണ്ടതാണ്. അലർജിക്ക് വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. വളരെ നാൾ പഴകിയ അലർജി മുതൽ വളരെ അടുത്തായി ഉണ്ടായിട്ടുള്ള, അതായത് അക്യൂട്ടായിട്ടുള്ള സിംറ്റംസ് വരെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അലർജിയുടെ ലക്ഷണങ്ങൾ അനുസരിച്ച് വേണം എപ്പോഴും അലർജിയുടെ ചികിത്സ നൽകുവാൻ. തെറ്റായിട്ടുള്ള ചികിത്സകളോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രോഗനിർണയമോ അലർജിയുടെ ലക്ഷണങ്ങൾ കൂട്ടുവാനും അലർജിയുടെ അവസ്ഥയെ വഷളാക്കുവാനും സഹായിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് സേവ് ചെയ്യുക. അതുപോലെ അലർജിയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഷെയർ ചെയ്യാനും മറക്കരുത്.